സാധാരണ കുറച്ചധികം പക്ഷേ ഒരു സിനിമാ ടീമും മൊത്തമുണ്ട്. സിനിമയുടെ പേരെന്തെന്ന് ഞാൻ പറഞ്ഞില്ല, സിനിമയുടെ പേര് നമുക്കൊന്ന് കാണാം. അപ്പൊ സിനിമ തുടങ്ങുമല്ലേ? റെഡി? ഹൈദരാബാദിലൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഭയങ്കര വൈറലായല്ലേ ഇവിടെ ഒരു പടത്തിന് വേണ്ടി. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ എൻ്റെ കൂടെ സാധാരണ കുറച്ചധികം പക്ഷേ ഒരു സിനിമാ ടീമും മൊത്തമുണ്ട്. സിനിമയുടെ പേരെന്തെന്ന് ഞാൻ പറഞ്ഞില്ല, സിനിമയുടെ പേര് നമുക്കൊന്ന് കാണാം. അപ്പൊ സിനിമ തുടങ്ങുമല്ലേ? റെഡി? ഇപ്പൊ സിനിമയുടെ പേര് പിടികിട്ടിയില്ലല്ലോ. ഇനി കിട്ടണമെങ്കിൽ ഡയറക്ടർ വന്നിട്ട് ഇതേപോലെ ഒരു ഇതെന്തൊരു ഈ സിനിമയുടെ പേരാണ് മൂൺ വാക്ക്. പക്ഷെ സ്ക്രിപ്റ്റ് എഴുതിയപ്പോ ഓർത്തില്ല. പോയി നിന്നാ പറയാ ഇത് ചെയ്യാൻ പറ്റില്ല. സ്ക്രിപ്റ്റിൽ എഴുതി വെക്കുമ്പോ ആലോചിക്കണം. അതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. പക്ഷെ വളരെ സന്തോഷം കേട്ടോ. എനിക്ക് ജീവിതത്തിൽ ഞാൻ ഒരു 10-20 വർഷമായി ഈ ഇന്റർവ്യൂസ് എടുക്കാറുള്ളൂ. പക്ഷെ ഇത്രയും ക്രൂ വെച്ചിട്ട് ആദ്യമായിട്ട് എടുക്കുന്നത്, അതെല്ലാത്തിന്റെ ഉത്തരവാദിത്വം ക്യാമറാമാൻ ഏറ്റെടുക്കണം കേട്ടോ. എന്റെ കയ്യിൽ ഉണ്ടാവില്ല. മഞ്ജു എന്നോട് പറഞ്ഞു എല്ലാവരും ഉപയോഗിക്കണം. എല്ലാവരെയും വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യണം. അപ്പൊ മഞ്ജു തുടങ്ങാൻ പോവാണ്. ഓക്കെ അല്ലേ? ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു പ്രത്യേക ഒരു ആഗ്രഹം ഒരാള് എന്റെ അടുത്ത് പറഞ്ഞു. പ്രത്യേക ഒരു ആഗ്രഹം ഒരാള് എന്നോട് പറഞ്ഞ്, സാറിന്റെ ഒരു മൂൺ വാക്ക് കൂടി ഇതിന്റെ അകത്ത് വേണമെന്ന്. ആളെ പറയില്ല ആരാണ് പറഞ്ഞെന്നുള്ള ഞാൻ അവസാനം ലാസ്റ്റ് പിരിച്ചുവിടാൻ ഏറ്റവും നല്ല. ഞാൻ ഈ സിനിമയ്ക്ക് വന്നപ്പോ എന്റെ ജീവിതത്തില് 86 ഞാൻ നിങ്ങളെല്ലാം 86 തൊടുപുഴയില് പുഴയുടെ സെൻട്രലില് ഞങ്ങളൊരു ഡാൻസ് പ്രോഗ്രാം. പുഴയുടെ സെൻട്രൽ ചരിത്ര സംഭവമായിരുന്നു അത്. ഈ മൈക്കിൾ ജാക്സന്റെ ഡാൻസ് ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബെന്നി എന്നാണ് അദ്ദേഹം, മരിച്ച ബ്രേക്ക് ബെന്നി എന്നാണ് അറിയപ്പെടുന്നത് തൊടുപുഴയിൽ. അതിൻ്റെ കൂടെ ഡാൻസ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ മറന്നു പോയി. എങ്കിലും ഞാൻ ഇവിടെ ഡാൻസ് ചെയ്യും. എന്നിട്ടേ പോകൂ. എന്താണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്? സിനിമ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഹൈദര് പറഞ്ഞതുപോലെ 86 ബെന്നിയുടെ കൂടെ ഡാൻസ് ചെയ്തെന്ന് പറഞ്ഞു. നമ്മൾ എനിക്ക് തോന്നുന്നു 87 മുതൽ എൻ്റെ കുറേ അടുത്ത സുഹൃത്തുക്കൾ ഈ ബ്രേക്ക് ഡാൻസ്, അതായത് ജാക്സൻ്റെ ഈ പാട്ടുകൾ കേട്ട് ഡാൻസ് കളിക്കുന്ന കുറേ അധികം സുഹൃത്ത്. ഞാൻ തിരുവനന്തപുരത്ത് ആണ് പഠിച്ചതും വളർന്നതൊക്കെ. അപ്പോൾ അവിടെയുള്ള ഒരുപിടി സുഹൃത്തുക്കൾക്ക് ഈ ബ്രേക്ക് ഡാൻസ് ജ്വരം പടർന്നു പിടിക്കുന്ന ഒരു സമയത്ത് ഇവരിത് ചെയ്തിരുന്നു. അപ്പം അത് കണ്ട് വാവളിച്ച് നിന്നുകൊണ്ട് ഞാൻ ഒരുപാട് സമയം, അന്ന് നമ്മൾ ഡാൻസ് കളിക്കില്ലെങ്കിലും ഇവരെവിടെയൊക്കെ പരിപാടി അവതരിപ്പിക്കാൻ പോകും അതിൻ്റെ പിറകെ നമ്മളും വാലുവല പോകുമായിരുന്നു. അപ്പം അത് ഇങ്ങനെ മനസ്സിലൊരുപാട് നാളുകളായിട്ടുണ്ടായിരുന്നു. ബെന്നിയുടെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് വളരെ അടുത്ത് ഞാൻ ഇൻറ്ററാക്ട് ചെയ്തിരുന്ന, വളരെ എൻ്റെ അടുത്ത കൂട്ടുകാരായിരുന്ന കുറച്ച് പേര് ഇന്നിപ്പോൾ ഇല്ല. ഈ ഡാൻസ് വളരെ ഭ്രമമൂത്ത് ഡാൻസിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയും ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വയ്ക്കുകയൊക്കെ ചെയ്ത ഒരുപിടി കൂട്ടുകാർ നമുക്ക് ഇപ്പോൾ ഓർക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപിടി ആൾക്കാരുണ്ട്. അതിൽ കുറച്ച് പേര് ഇല്ല. അത് നമ്മളിങ്ങനെ പല സമയത്തും പല സിനിമകളും ചർച്ച ചെയ്യുമ്പോൾ ഞാനും സുനിലും മാത്യുവും
സുല്ലും ഞങ്ങൾ ഒരുപാട് പരസ്യങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പല സിനിമകളുടെ കഥകളും ചർച്ച ചെയ്യുകയും ചില സിനിമകൾ നമ്മൾ ഈ പിച്ച് ചെയ്യുമല്ലോ, പലരുമായിട്ടും ആക്ടേഴ്സും ഒക്കെ ആയിട്ട് പിച്ച് ചെയ്യുന്ന സമയത്ത് ചില സിനിമകൾ ഓൾമോസ്റ്റ് റെഡി ഫോർ ഷൂട്ടൊക്കെ ആവുകയും പക്ഷേ സിനിമ താരങ്ങളുടെ അവൈലബിലിറ്റിയും മറ്റു ചില കാരണങ്ങളൊക്കെ കൊണ്ട് അതങ്ങോട്ട് ടേക്ക് ഓഫ് ആവാതെ വന്ന 2-3 ഘട്ടങ്ങളുണ്ടായി. അപ്പോൾ ഈ കഥ ബാക്ക് ഓഫ് ദ മൈൻഡിൽ നമുക്ക് ഉണ്ടായിരുന്നു. ഇത് വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയും ഇടയ്ക്ക് നമ്മളുടെ ഒരു കൊറിയോഗ്രാഫർ സുഹൃത്ത് ശ്രീജിത്ത് മാഷു ഇതിനകത്ത് നമുക്ക് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. അപ്പോൾ പുള്ളിയായിട്ടൊക്കെ നമ്മളിങ്ങനെ ചില ഘട്ടങ്ങളിൽ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് ഇൻസിഡൻസ് പുള്ളിയുടെ മനസ്സിലുള്ളത് നമുക്കറിയാവുന്നത്, ഇപ്പോൾ സുനിലിന് അറിയാവുന്നത്, മാത്യു ഞങ്ങളെക്കാളും കുറച്ചുകൂടെ ജൂനിയറാണ്, പക്ഷെ പുള്ളിക്കും അറിയാവുന്നതൊക്കെ ആയിട്ട് ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഇടയായി. ഞങ്ങൾക്ക് തോന്നി തീർച്ചയായിട്ടും ഒരു വലിയൊരു ഒരു കഥ പറയാനുള്ളൊരു സംഗതി ഇതിനകത്തുണ്ട്. ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ പലർക്കും പറയാനുള്ള സാധനമുണ്ട്. അതുകൊണ്ട് നമ്മളതൊന്നും ഇരുന്ന് വെറുതെ വർക്ക് ചെയ്ത് നോക്കി പല സംഗതികളും. അപ്പോൾ അതെനിക്ക് തോന്നുന്നു മൂന്ന് വാക്കിൽ അത് കാണാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് സിനിമ കണ്ടു തന്നെ തീരുമാനിക്കാം. എനിക്ക് തോന്നുന്നു ഇത്തരം കലാകാരന്മാർ അന്ന് പണ്ടത്തെ കാലത്ത് ഡാൻസ് ചെയ്യുന്ന അന്നൊന്നും സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയൊന്നും ഇല്ല, ഇവരെ തിരിച്ചറിയാൻ പോലും പറ്റില്ലാത്ത കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഒരാൾ റീൽ ചെയ്താൽ മതി, സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുത്തവരാണ് ഇതിൽ കൂടുതൽ ആളുകളെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവരെ ഒരു 100 പേരോളം ഇതിൽ പുതുമുഖമുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പ് എന്ന് പറഞ്ഞ് ലിസ്റ്റിന് ഏറ്റെടുക്കുന്നു, ലിജോ സാറ് വരുന്നു. ആ ഒരു കൈകോർക്കലാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പായിട്ട് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ സംഭവിച്ചു? അത് ഇതിൽ പറഞ്ഞത് ഒരു ചെറിയ കറക്ഷനുള്ള വെച്ചാൽ ലിജോ കാണുന്നു, ഇഷ്ടപ്പെടുന്നു. ഇത് നമ്മൾക്ക് ഈ ഇപ്പം ആളുള്ള അവസ്ഥയിനേക്കാൾ, അതായത് നമ്മളൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒരു സ്റ്റേജിലാണ് ലിജോയെ ഞാനിത് കാണിക്കുന്നത്, ഈ പടം കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ലിജോയ്ക്ക് ഈ പടത്തിൻ്റെ വേണ്ട ഒരു പ്ലാറ്റ്ഫോം, അതായത് കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് ഇതിനെ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളത് പുള്ളി തന്നെ വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് തീരുമാനിക്കുകയും പിന്നെ നമുക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ കുറച്ച് ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത സ്കെഡ്യൂളിൽ നിന്ന് കുറച്ച് ഡിലേ ഒക്കെ വരികയും പുള്ളി അതിനെ വളരെ ബൃഹത്തായ രീതിയിൽ ഇതിനെ റിലീസ് ചെയ്യാനും അതിനെ ജനങ്ങളുടെ ഇടയിലേക്ക് കൃത്യമായിട്ട് തന്നെ അവതരിപ്പിക്കാനും ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് അദ്ദേഹവും കമ്പനി ലിസ്റ്റിനുമായിട്ട് സംസാരിക്കുകയും അത് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ 2 ലെജൻഡ്സ് ഓഫ് മലയാളം സിനിമ കൈകോർത്തത്. ഞങ്ങളുടെ ഏറ്റവും വലിയ അത് വെച്ചാൽ അത് ഇവർക്കുള്ള അംഗീകാരമാണ്. അതായത് ഈ ആർട്ട് ഫോമിനുള്ളതും ഇത്ര ഇപ്പം ഇവിടെ നമുക്ക് കൂടെ ഉള്ള ഇപ്പോൾ ആര്യാടായാലും കബീറായാലും വേറെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എല്ലാവരും നമ്മൾ ഇതിനകത്ത് ഇല്ലെങ്കിൽ പോലും ജീമോനായാലും ബാബു ജോൺസൺ മാസ്റ്റർ, അങ്ങനെ ഒരുപിടി ആൾക്കാർ, ഇവരെല്ലാവരും ഇപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർക്കെല്ലാവർക്കും അതുപോലെ തന്നെ ഈ പുതിയ ഈ കുട്ടികൾക്കുള്ള അവരുടെ എന്താണ് ആ ഒറിജിനൽ എനർജി എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ റിഫ്ലക്ഷനാണ് ഇവരെല്ലാവരും ഇതിലേക്ക് വരുന്നതിൻ്റെ റീസൺ. അതാണ് എനിക്കൊന്ന് സിനിമയുടെ ഏറ്റവും കാതലായിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നതാണ്. ഇത് ഈ ഒരു ഫ്രഷ് ന്യൂ എനർജി നമുക്ക് സ്ക്രീനിലേക്ക് കാണിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ. തീർച്ചയായിട്ടും കാണാൻ പറ്റട്ടെ. എനിക്കൊരു അങ്കമാലി ഡയറീസ് പുതിയ മുഖങ്ങളെ കൊണ്ടിട്ട് സൂപ്പർ ഹിറ്റിലേക്ക് കൊണ്ടെങ്കിൽ ഇത് അതിൻ്റെ അപ്പുറത്തേക്ക് ഹിറ്റിലേക്ക് പോട്ടെ. അത് തന്നെയാണ് നമ്മുടെ എല്ലാ ആഗ്രഹവും. തീർച്ചയായിട്ടും കഥ എഴുതുന്ന സമയത്ത് ഡാൻസ് ചെയ്യണമെന്ന് ചിന്തിച്ചില്ല, ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചു. എന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ ചെറിയ ഡാൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറ്റുമായിരുന്നു. എന്നാ ചെറുതായാലും വയസ്സായില്ലേ കളിക്കുമായിരുന്നു പറഞ്ഞ ചെറുപ്പത്തില്. അതല്ലേ? പക്ഷെ എനിക്കൊന്നും ഈ കഥ നിങ്ങൾക്ക് ഈ കഥ എഴുതുമ്പോൾ കുറെ സ്വപ്നങ്ങളുണ്ടാവും അല്ലെ? ഈ കഥ തന്നെ ഇങ്ങനെ ഒരു ഡാൻസേഴ്സിന്റെ കുറെ ജീവിതങ്ങളുണ്ട്. അത് നിങ്ങൾ കണ്ട് പഠിച്ചിട്ട് ചെയ്തതാണോ, അതോ നിങ്ങൾക്ക് വേറെ ആളുകളൊക്കെ ഇരുന്ന് സംസാരത്തിൽ കിട്ടിയ ഒരു കഥയാണ്? അല്ല, അത് ഉറപ്പായിട്ട് ഇപ്പോൾ ഞാൻ വരുന്ന പ്രദേശത്ത് നിന്ന് അങ്ങനെ ആക്റ്റീവായ ഡാൻസ് ഗ്രൂപ്പുകൾ കുറവായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ വിനോദിൻ്റെ അനുഭവങ്ങൾ ഒട്ടും എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയില്ല. വിനോദ് പറഞ്ഞ കഥയിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. അവരൊക്കെ എനിക്കറിയാം. പിന്നെ എല്ലാ നാട്ടിലും നമുക്ക് ബ്രേക്ക് പിന്നെയുണ്ട്. അപ്പോൾ വേറെ പറഞ്ഞു വരുമ്പോഴത്തേക്കും മരിച്ചുപോയവരും അല്ലെങ്കിൽ അക്കാലത്ത് സെൻസേഷനായിരുന്നവരുടെയൊക്കെ പേരുകൾ പറയുമ്പോൾ ഇവർ വളരെ ഫെമിലിയറാണ്. നമുക്കറിയാം. ഇതിലും ആരൊക്കെയോ എവിടെയൊക്കെയോ ഒക്കെ നമ്മളും കടന്നു പോയിട്ടുണ്ട്, കണ്ടുപോയിട്ടുണ്ട്. ഇവരാരെയും കണ്ടില്ലെങ്കിലും നമ്മളും ഒക്കെ റോപ്പടിക്കുമായിരുന്നു. അന്ന് ഈ വഴി കൂടെ പോകുമ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ആക്ഷൻ കാണിക്കുന്നവരും ഇങ്ങനെ ചില്ലടിച്ച് പോകുന്നവരും കയറെ പിടിച്ച് പോകുന്നവരും ഒക്കെ നാട്ടിൽ ചെറുപ്പക്കാർക്കിടയിൽ ഏറ്റവും സുലഭമാണ്. അത് ടി വിയും ഇതൊന്നും കണ്ടിട്ടല്ല, ബട്ട് സംഹൗ വി നോ ദാറ്റ്. അത് അങ്ങനെയാണത്. അപ്പോൾ അങ്ങ് അറിയാമല്ലോ ആ കാലത്ത് ഒരു ജ്വരം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കഥ കേൾക്കുമ്പോൾ ഈ കഥ നമ്മുടെ ഉള്ളിലുള്ള കഥ തന്നെയാണ് കേൾക്കുന്ന പോലെ ഒരു അനുഭവം വരുന്നു. പിന്നെ ഇതിനകത്ത് ഏറ്റവും
വിനോദിന്റെ അനുഭവങ്ങൾ പറയുന്നു. ഞങ്ങൾ ആ ഭൂമിശാസ്ത്രത്തിൽ കൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കുകയാണ്. ഇത് പുത്തൻതോപ്പായിരുന്നു ഇതിൻ്റെ ഒരു കേന്ദ്രം, ഈ അന്നത്തെ പറഞ്ഞ കഥയുടെ കേന്ദ്രം. ആ ടെറൈൻ നമ്മളെ ഭയങ്കരമായിട്ട് കീഴ്പ്പെടുത്തി കളഞ്ഞു. അത് എത്രയും വേഗം ഇവിടെ ഒരു സിനിമ പറയണം എന്നുള്ളത് നമ്മളെ തോന്നിക്കുന്ന തരത്തിലുള്ളൊരു മാജിക് ആ ഭൂമിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ കഥ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമുക്ക് നമ്മളെ വളരെ ഇൻസ്പയർ ചെയ്യുന്നൊരു ലാൻഡ്സ്കേപ്പും അതിനെയൊക്കെ വളരെ മനോഹരമായിട്ട് ഇത് സിനിമയിലേക്ക് സന്നിവേശിപ്പിക്കാൻ പറ്റിയെന്നുള്ള വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പറയാനുള്ള കഥ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലോ. നിങ്ങൾ മൂന്ന് അല്ല, ഡയറക്ടറെ മാറ്റി നിങ്ങൾ രണ്ടുപേരും കൂടെ സ്ക്രിപ്റ്റിന്റെ തുടക്കം അതുകൊണ്ട് ഡയറക്ടറിന് കൂടുന്നത്. പക്ഷെ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പല ഡാൻസേഴ്സും സ്വപ്നങ്ങളുണ്ടാകും. പല ഡാൻസേഴ്സും നിങ്ങൾ കണ്ടിട്ടായിരിക്കും സ്ക്രിപ്റ്റ് എഴുതുന്നത്. നിങ്ങളുമുള്ള ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തർക്കങ്ങളുണ്ടാകാം. ഇതെങ്ങനെയല്ല, ഇതെങ്ങനെയാണെന്നുള്ള തർക്കം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഓർക്കുന്നു? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല, ഒരുപാട് സിറ്റുവേഷൻ. ഇത് ബുദ്ധിയുടെയും ഓർമ്മയുടെയും യുദ്ധമാണ് എഴുത്തെന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ പക്ഷേ ഈ യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങൾ. കോമൺ ആയിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും എൻ്റെ സംഘങ്ങൾ, ഞാൻ വളർന്നു വന്ന എൻ്റെ കൂട്ടുകാരുടെ സംഘങ്ങളിലും സുനിലേട്ടൻ വളർന്നു വന്ന സുനിലേട്ടൻ്റെ സംഘങ്ങളിലും ഞങ്ങൾക്ക് കോമൺ ആയിട്ട് ഒരുപാട് കഥകളുണ്ട്. ഇത് തമ്മിൽ 10 വർഷത്തെ 15 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഇമോഷനും ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ സെയിം തന്നെ. അത് തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ബാക്കിയുള്ളവരെയും കണക്ട് ചെയ്തത്. ഞങ്ങൾ കഥ പറയുമ്പോഴും ചേട്ടാ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവരെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അതൊരു ടൈംലെസ് കാര്യമാണ് തോന്നിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇവരെല്ലാം ഒന്ന് പരിചയപ്പെടണമല്ലോ. നമുക്ക് പരിചയപ്പെടുന്നത് ഈ എപ്പിസോഡ് കുറേ അങ്ങ് നീണ്ടുപോയാലും വേണ്ടില്ല, പരിചയപ്പെടണമല്ലോ. അവിടെ നിന്ന് തുടങ്ങാം. മൈക്കവിടെ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള. ഞങ്ങൾ ഖത്തറിലൊക്കെ ഒരുമിച്ച് പ്രോഗ്രാമിലൊക്കെ പോയിട്ടുണ്ട്. അതെല്ലാം ഇത് വൈബാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡാൻസാണ്. അപ്പോൾ എൻ്റെ പേര് വിഷ്ണു ഗ്രൂവി എന്നാണ്. അപ്പോൾ ഇതിലെ ക്യാരക്ടറിൻ്റെ പേര്, മൂൺ വാക്കിലെ ക്യാരക്ടറിൻ്റെ പേര് ജോണി എന്നാണ്. ഇവർ അസൂയപ്പെടുന്ന ഒരു പാവം ഡാൻസേഴ്സാണ് ഞങ്ങൾ. ഭയങ്കര പാവങ്ങളാണ് ഞങ്ങൾ. പക്ഷേ ഇവർ നമ്മളെന്തോ ഗുണ്ടകളായിട്ടൊക്കെയാണ് കാണുന്നത്. അതാണ് എൻ്റെ ക്യാരക്ടർ അങ്ങനെ വരുന്നത്. ഞങ്ങളൊരു ടീം തന്നെ ഉണ്ട്. അതിൻ്റെയൊക്കെ പേരൊക്കെ നിങ്ങളറിയും. മൂൺ വാക്കേഴ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ടീമുണ്ട് വേറെ. അപ്പോൾ ബാക്കി കുറച്ച് അല്ല, യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഗുണ്ടയെ പോലെ തോന്നുന്നു. ജീവിതത്തിൽ അങ്ങനെ തന്നെ അല്ലേ? ജീവിതത്തിൽ അങ്ങനെയല്ല. ഹൈദരാലി ചേട്ടനെ പോലെ ഒരിക്കലും അല്ല ഞാൻ. അന്നൊരു ട്രോൾ ആദ്യം തന്നെ. ഓക്കെ, ഞാനൊരു ബേസിക്കലി ഡാൻസർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമയിലോട്ട് വന്നത്. അപ്പം ജോമിത്ത് ചേട്ടനാണ് നമ്മുടെ കാസ്റ്റിംഗ് ഗ്രൂപ്പിൽ. ജോമിത്ത് ചേട്ടനാണ് എന്നെ ഈ മൂവിയിലോട്ട് ഓഡിഷൻ എടുക്കാൻ വരുന്നത്. അപ്പോൾ ജോമിത്ത് ചേട്ടൻ കുറേ ആൾക്കാരൊക്കെ ഇവൻ്റെ ക്യാരക്ടറിനെയൊക്കെ വെച്ച് ഞങ്ങളെ അഭിനയിപ്പിച്ച് നോക്കി. അപ്പോൾ ജോമിത്ത് ചേട്ടൻ എടാ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് തന്ന ഒരു മോട്ടിവേഷനിൽ ഒരു ആക്ടറിനെ, എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആക്ടർ അഭിനയിക്കണം എന്ന് പറഞ്ഞ് നടന്ന ഒരു ഡാൻസറായിട്ട് ഒരിക്കലും അഭിനയിക്കാൻ പോകില്ല, ഒരു ആക്ടറായിട്ട് തന്നെ പോകുന്നുള്ള എന്നെ ഡാൻസറായ ഒരു ആക്ടറാക്കി മാറ്റിയ ജോമിത്ത് ചേട്ടന് വളരെ താങ്ക്സ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഈ മൂൺ വാക്കിലേക്കുള്ള എൻട്രി. സോ ഇതിനായിട്ട് ഓവറാണ്. ഞാൻ ഇതിൽ ജയിക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കലി ആക്ടിങ് ഫോക്കസ് ചെയ്ത് നടക്കുകയാണ്. അങ്ങനെ ഇതിൽ ഓഡിഷന് വന്ന് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഡാൻസ് പരിപാടികളൊക്കെ പഠിക്കുന്നത്. ഇങ്ങനെ ഓരോ ഡാൻസുകൾ ഉണ്ടെന്ന് അറിയുന്നത് പോലും. ഇവരൊക്കെ എല്ലാവരും തന്നെ പഠിപ്പിച്ച് എങ്ങനെയൊക്കെ കുറച്ചതിലൊക്കെ ചെയ്യാൻ പറ്റി. അടി കൊടുത്ത് പഠിപ്പിച്ചു അല്ലേ? പഠിച്ചെടുത്ത് ഇനിയും ഡാൻസ് പഠിക്കാനുണ്ട്. അപ്പുറം പഠിപ്പിക്കാൻ. അതെ, പുള്ളി കുറെ ആളുകളെ പഠിപ്പിക്കുന്ന താരങ്ങളെയാണ് കൂടുതൽ പഠിപ്പിക്കുന്നതുള്ളൂ. ഇനി കുറച്ചുകൂടെ സെറ്റ് ആയിട്ട് അവരൊക്കെ എല്ലാവരും ഉണ്ട്. ഇവിടെ പ്രേമയായാലും സിദ്ധയായാലും അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇതിലെ കഥാപാത്രത്തിന്റെ പേര് ജയ്ക്ക് ജോസഫ് പെരേര. നിങ്ങൾ ഒരു 2 ഗ്യാങ് ആയിട്ട് തിരിഞ്ഞു പോകുന്ന 2 ഗ്യാങ് ആണോ നിങ്ങൾ? അല്ല, ഞങ്ങള് ഗുണ്ട ഗ്യാങ്ങിലാണോ? ഗുണ്ടയായ ഗ്യാങ് ആണോ? ഡാൻസ് ആയ ഗ്യാങ് ആണോ? മാഷായ ഗ്യാങ് ആണോ? നല്ല പയ്യനാണ്, നല്ല കുട്ടിയായിട്ടല്ലേ? സിനിമ കണ്ടിട്ട് നല്ല കുട്ടി ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും. പക്ഷെ പിന്നെ പറയാനില്ലല്ലോ, പറയാനില്ലല്ലോ ഒന്നും. മീനാക്ഷി രവീന്ദ്രൻ അത് ഭയങ്കര മീനാക്ഷി രവീന്ദ്രൻ. ഇതിനകത്ത് ഷേർലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ. ജെയ്ക്കിൻ്റെ, അതായത് അനുവിൻ്റെ കസിൻ ആയിട്ടാണ് ചെയ്യുന്നത്. കാണാൻ പ്രായത്തിൽ ഇവരെക്കാളും മൂത്തതല്ലെങ്കിലും സിനിമയിൽ ഞാൻ ഒരു മൂത്ത ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇവരെയൊക്കെ എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള, കമ്പനി അടിച്ച ഇവരായിട്ടൊക്കെ കമ്പനിയുള്ളൊരു
നല്ലൊരു ചേച്ചി ഇവരുടെ. രണ്ട് കാര്യങ്ങൾ എടുത്തു പറ മീനാക്ഷി. രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഇവരൊക്കെ കുറഞ്ഞ പ്രായത്തിൽ കൂടുന്ന തോന്നുന്ന ചേച്ചി, നല്ലൊരു ചേച്ചി. അപ്പൊ അതിൽ തന്നെ എല്ലാം ഉണ്ട്. തിയേറ്ററിൽ പോയി കാണാം, നല്ല ചേച്ചിയെ നമുക്കൊന്ന് തിയേറ്ററിൽ പോയി കാണേണ്ടി വരും. ഡാൻസ് ഒക്കെ കുറെ ചെയ്തിട്ടുണ്ടല്ലോ. ഡാൻസ് സാധാരണ ഡാൻസ് ചെയ്യുന്നതാണല്ലോ. ഈ സിനിമയിൽ എനിക്ക് ഇവരുടെ ഡാൻസിലാണ് കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത്. എനിക്ക് ഇതിനകത്ത് ഡാൻസ് ഇല്ല. എന്റെ കല്യാണം കാണിക്കുന്ന സ്ഥലത്ത് ഞാനത് കല്യാണം കഴിക്കുന്നുണ്ട്. അതാണ് ഇതാണ് പ്രായം കുറഞ്ഞ ചേച്ചി എന്ന് പറഞ്ഞത്. വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കി വിടാനേ ഇവരൊക്കെ തീരുമാനിച്ചു. കല്യാണം കഴിച്ചെങ്കിൽ വിട്ടു. ആണെന്നേ, നല്ല ചേച്ചിയല്ലേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങനെ ക്യാൻസൽ ചെയ്ത് വിട്ടു എന്നുള്ളതാണ് ഏറ്റവും സത്യം. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും സിനിമകൾ പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ. അതെ അതെ, ഇവര് പുതിയ കുറച്ച് ആളുകളുടെ കൂടെ ചെയ്യാന്നുള്ളത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ആളുകളുടെ കൂടെ ചെയ്യുമ്പോൾ ഒരു പേടിയോ ടെൻഷനോ അല്ലെങ്കിൽ ആ ഒരു വെപ്രാളോ ഒന്നും നമുക്ക് ഇവിടെ ഇല്ല. എല്ലാവരും ഒരേ എനർജി, എല്ലാവരും ഒരേ വൈബ്, അങ്ങനെ ഭയങ്കര എല്ലാവരും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പം കുറെ നാൾ കൂടിയിട്ട് കഴിഞ്ഞ് എല്ലാരെയും കണ്ടാലും അതേ സ്നേഹം, സന്തോഷം. ഹലോ, അടിപൊളി. ഹാപ്പിയാണോ? ഇവിടെ ക്രൗൺ പ്ലാസിലെത്തിയ എന്റെ പേര് ഋഷി കൈനിക്കരാന്നാണ്. ഞാൻ പടത്തില് വരുൺ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഈ പടത്തിലേക്ക് വരുന്ന ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് ആ ഫോട്ടോ വഴിയാണ് വരുന്നത്. അതിലിങ്ങനെ ആക്ടേഴ്സിനെ നോക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആക്ടിംഗ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഓഡിഷന് വരുന്നത്. അപ്പം ഞാൻ സ്ക്രീൻ ടെസ്റ്റിന് വരുമ്പോൾ മനോജ്, സിദ്ധാർത്ഥ്, പ്രേം എല്ലാവരും ഉണ്ട് അന്നത്തെ ദിവസം തന്നെ. ഭയങ്കര ഓഡിഷനും ഭയങ്കര രസമായിരുന്നു. അന്ന് രാവിലെ തൊട്ട് എനിക്കൊന്ന് രാത്രി വരെ എന്തോ നമുക്ക് തന്നെ ഉണ്ടായിരുന്നു ഓഡിഷൻ. ഒരുപാട് സാധനങ്ങൾ ചെയ്യിപ്പിച്ചു, ഡാൻസ് കളിപ്പിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മളെ കുറേ അങ്ങനെയൊക്കെ ആയിരുന്നു. പടത്തിൽ വരുൺ, പിന്നെ എനിക്ക് അരുൺ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ക്യാരക്ടറും ഉണ്ട്. അത് വരാൻ കഴിഞ്ഞിട്ടില്ല. സുജിത്ത് എന്നാണ് പേര്. പടത്തിൽ ഭയങ്കര രസമായിരുന്നു. എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ട്. സിനിമയിൽ ആദ്യമായിട്ടാണോ? ഇതിനു മുമ്പ് 18-ാം പടി എന്ന് പറഞ്ഞ പടം. അതിനുശേഷം ഈ സിനിമയാണ്. എവിടെയായിരുന്നു ഇത്ര നാളും? ഇതിന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതിലായിട്ട്, ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ പടത്തിന് വേണ്ടി. അതാണ് ഗോൾ അടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് നല്ലതാണ്, ഇടയ്ക്കിടയ്ക്ക് ഗോൾ അടിക്കുന്നുണ്ട്. എൻ്റെ പേര് സിബി. ഞാനിതിൽ സുര എന്ന ക്യാരക്ടറാണ് ചെയ്യണത്. ഞാൻ എന്നെ വിളിക്കുന്നത് സാർ എൻ്റെ ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്ത് കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. ഇങ്ങനെ ഓഡീഷനിലൂടെ വന്ന് അങ്ങനെ ഈ സിനിമയിലേക്കാണ് വന്നത്. അതും ജോമിത്ത് വഴി തന്നെയാണോ? അത് ജോമിത്ത് വഴി. ജോമിത്ത് ഭയങ്കര ഒരു സംഭവം. എന്താ ജോമിത്ത് എന്നെ കണ്ടെത്തായിരുന്നു? ആ പ്രസ്ഥാനം കൂടെ കയറി വരും. അതും വീട്ടിൽ വന്നിട്ടാണ് നമ്മളെ ഇങ്ങനെ നമ്മൾ വന്ന് വിസിറ്റ് ചെയ്ത് സംസാരിച്ചത്. വീട്ടിൽ വന്ന് അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നിന്നെയും നടനാക്കി അവിടെ. ജോമിത്ത് എന്റെ നാട്ടിലൂടെ വരാൻ എന്നെയും പൊക്കിക്കൊണ്ട് പോയായിരുന്നു കേട്ടോ. അടുത്തുണ്ടല്ലേ? അടുത്തുണ്ട്. ഓക്കെ, അവിടെ ഇപ്പൊ സംസാരിക്കണ്ട. വയസ്സായവരെ ഞാൻ പിന്നെ വിളിക്കുന്നതായിരിക്കും. വയസ്സായവരോടെ നിൽക്കട്ടെ, നമുക്ക് ഒരുമിച്ച്. അവിടെയും ഗോള്. എൻ്റെ പേര് ഹർഷിത ജെബിഷാരടി. ഇതിനകത്ത് ഷെഹന എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം ഞാനും ആദ്യമായിട്ട് ഇതിൽ ഇവിടെ വരുന്നത് പരോൾ എന്ന ഫിലിമിലൂടെയാണ്. പിന്നെ എനിക്ക് ജോമിത്തേട്ടനാണ് എന്നെയും സഹായിച്ചത്. ഞങ്ങളുടെ വിനോദ് സാറിൻ്റെ കൂടെ ഒരു ആഡിലും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഞാൻ മൂൺ വാക്കിലേക്ക് വരുന്നത്. മൂൺ വാക്ക് വാസ് എവറിത്തിങ്. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തതാണെങ്കിലും എനിക്ക് ഇമോഷണലി കുറേ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു മൂവിയാണ്. എൻ്റെ ബർത്ത്ഡേക്കാണ് റിലീസ്. അപ്പം എല്ലാം കൊണ്ടും ഐ എം ഹാപ്പി. ഡബിൾ കേക്കാ? അതെ, ഡബിൾ കേക്കാണ്. അത് ഓർമ്മ വെച്ചോണം കേട്ടോ. എല്ലാവരും ഓർത്താണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. എൻ്റെ പേര് ആരവ്. ഫസ്റ്റ് മൂവിയാണ്. മൈക്കൊന്ന് അടുപ്പിച്ചേക്ക്. ഓഡിഷൻ ഇതിനകത്ത് പിന്നെ എനിക്ക് ഡാൻസുമായിട്ട് ഒരു ബന്ധമില്ല. അല്ല, ഈ പടത്തിൽ എനിക്ക് ഡാൻസുമായിട്ട് ഒരു ബന്ധമില്ല. ഇന്നത്തെ നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത്. ആള് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ജോണിച്ചായന്റെ അല്ല, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കാറുണ്ട്. പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇരിക്കാറുണ്ട്. അത് പറയുന്ന അത് കട്ട് ചെയ്യുന്നേ ഇല്ല. അപ്പം അല്ല, കുറെ നാളത്തെ ഒരു ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. ഇൻട്രോ തന്നെ പപ്പ ചെയ്ത് നെഗറ്റീവ്സ് എല്ലാം അപ്പൊ എനിക്കൊരു എൻട്രി ഡേറ്റ് കിട്ടിയത്. സോ ഹാപ്പി. ഹാപ്പി അല്ലേ? ആ പരിപാടി ചെയ്യാൻ പറ്റില്ല. ആ പരിപാടി തന്നെ പപ്പയുടെ പാതയിൽ തന്നെ നമുക്ക് എൻട്രി ആയിട്ട് ഇത് കിട്ടിയതല്ലേ. സോ ഹാപ്പി. ലൈക്ക് ഫാദർ, ലൈക്ക്
ജോണിച്ചേട്ടൻ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓടിയെത്തും. പറയുമ്പോൾ തന്നെ നമ്മൾ കണ്ണ് നനയുന്ന കഥാപാത്രങ്ങളുണ്ട്, പക്ഷെ ക്രൂരനായ കഥാപാത്രങ്ങളുണ്ട് അല്ലേ? കിരീടം ചെങ്കോലും മാത്രം മതി നമുക്ക് ഓർമ്മ. അപ്പം നല്ലൊരു നടനായി തന്നെ അച്ഛൻ്റെ പാതയിലൂടെ തന്നെ യാത്ര ചെയ്യണം കേട്ടോ, ഉറപ്പായിട്ടും. വാലിബൻ കഴിച്ചിട്ട് ഇന്നാണ് കാണുന്നത്. വാലിബന് കണ്ടിട്ട് പിടിച്ചാണ്, പിന്നെ അവിടെ നിന്ന് പോയ പോക്ക് എങ്ങോട്ടാന്ന് പോലും അറിയില്ലായിരുന്നു. എവിടെയാണ്? എന്റെ പേര് മനോജ്. അതെയോ? എന്റെ പേര് മനോജ് എന്നാണ്. മനോജ് മോസസ് എന്നാണ്. നേരത്തെ ആദ്യത്തെ സിനിമയൊക്കെ പറയാം. എന്റെ ആദ്യ മൂവിയാണിത്, മൂൺ വാക്ക്. ഷൂട്ട് ചെയ്ത പടം. റിലീസായ പടം മലൈക്കോട്ടെ വാലിബൻ. പിന്നെ എന്നെ കാസ്റ്റ് ചെയ്തത് ആരെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു, അവർ വിളിച്ചു, ഞാൻ പോയി. ഇവന്റെ ഫോട്ടോയും ഒരു സെറ്റ് ഓഫ് കുറച്ച് വീഡിയോ ആയിട്ട് നമുക്ക് ഓഫീസിൽ വന്നു. അപ്പോൾ അത് അവിടെ ഇതെല്ലാം ഇങ്ങനെ എനിക്കൊന്നൊരു 10,000 പേര് അന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ രാവും പകലുമായിട്ട് നമ്മുടെ ഇതിനകത്ത് വർക്ക് ചെയ്തവരിങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ABCD ഇവരെ കൊള്ളാം, അവർ കൊള്ളാം, പിന്നെ അവരുടെ അഭിപ്രായം, പിന്നെ നമ്മുടെ അഭിപ്രായം, ചർച്ചയൊക്കെ ഇങ്ങനെ നടന്ന അവസാനം നമ്മൾ ഇവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയം വന്നപ്പോൾ ഇയാളുടെ ഡാറ്റ എവിടെയോ ഇല്ല. അവസാനം ഞാൻ ഇൻസിസ്റ്റ് ചെയ്ത് എനിക്കത് ഒന്നുകൂടെ കാണണം, അത് തീരുമാനം എടുക്കാനുള്ളതാണ് അന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഒരാഴ്ചയോളം ഈ അത് എങ്ങനെയോ ഹാർഡ് ഡിസ്കിൽ എന്തോ മാറിപ്പോയി. അങ്ങനെ അവസാനം കണ്ടുപിടിച്ചത്. നമ്മൾ കണ്ടുപിടിക്കണമെന്ന് തോന്നുന്ന ആൾക്കാർ നമ്മൾ അങ്ങനെ തന്നെ കിട്ടി. ഇല്ലെങ്കിൽ പെട്ടുപോയാനാണ്, ഉറപ്പായിട്ടും പെട്ടുപോയാനെ ഈ സിനിമ ഇല്ലായിരുന്നെങ്കിൽ. അപ്പം ആരാന്ന് മനസ്സിലായല്ലോ, കണ്ടുപിടിച്ചത്. ഞങ്ങള് പോയില്ലല്ലോ ഈ റൂട്ടിലേക്ക്. അല്ലല്ല, ഇവൻ ജോമിറ്റ് എപ്പോഴും സജസ്റ്റ് ചെയ്തല്ലേ? മനോജിന്റെ അനീഷ് റഹ്മാൻ ഉണ്ടായിരുന്നല്ലോ, റഹ്മാൻ എന്തോ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിയാലിറ്റി ഷോയില് ആ സമയത്തല്ലേ? അപ്പം നല്ലൊരു കഥാപാത്രം. നല്ലൊരു കഥാപാത്രം. എന്റെ ക്യാരക്ടർ നെയിം ഷാജി എന്നാണ്. കരാട്ട ഷാജി. കൊള്ളാം, പേര് കൊള്ളാം. പേരൊക്കെ ഗംഭീര പേരാണ്. പേരും കൂടെ ഉണ്ട്. പിന്നെ ആ പേര് അറിയാം, പറഞ്ഞു. ആ പേര് മീനാക്ഷി പറയുമ്പോൾ ഓക്കെയാ. ഞാൻ തന്നെ പറയാം, എരിമ ഷാജി എന്നാണ് വിളിക്കാറ്. അത് കേട്ടില്ല അല്ലേ? അല്ല, അത് എന്റെ കുറ്റമല്ല. എന്റെ അപ്പൻ എരിമ മേക്കുന്ന ആളായതുകൊണ്ട് വിളിക്കുന്നത്. എഴുതിയത് ആ അപ്പനല്ല, അതോ അല്ല, അവന്റെ അപ്പനാണ്. അല്ലെ പ്രായത്തിലേക്ക് ഞാൻ പിടിക്കുന്നില്ല. അതാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര്. ഡാൻസ് ഒക്കെ ഗംഭീരമായിട്ട്. അതെ അതെ, ഞാൻ ഡാൻസറാണ്, കൊറിയോഗ്രാഫറാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എളുപ്പമായിരുന്നു അല്ലേ? ഇവരില് ഈ നിങ്ങൾ ഷൂട്ടിംഗ് സമയത്ത് ഏറ്റവും ഉഴപ്പൻ ആരായിരുന്നു? ഉഴപ്പനാ? ഞാൻ ഉഴപ്പൻ. ഞാനെല്ലാം ഭയങ്കര ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്ന ഉഴപ്പൻ അങ്ങനെയല്ല, എല്ലാരും എല്ലാരും അടിപൊളിയായിരുന്നു. ഡയറക്ടറിന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച ആളാരാണ്? അങ്ങനെ ഉണ്ടോ? എവിടെ അത് എനിക്ക് മനസ്സിലായില്ല. ഇവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? എല്ലാം ഈ തലയിലേക്ക് കൊടുക്കണം എന്തിനാണല്ലേ? അപ്പോൾ നല്ലൊരു സിനിമയുടെ ഭാഗമായി ഉറപ്പായിട്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. വാലിബൻ കണ്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. വീണ്ടും അടുത്ത സിനിമയിലേക്ക് വന്ന് ഇത്രയും നാളും കാത്തിരുന്ന് ആ റിലീസിന് ഒരുങ്ങുകയാണ്. ഇനി ഇതിൽ നിന്നും വീണ്ടും ഒരു ജൈത്രയാത്ര തുടങ്ങാം. താങ്ക് യു. തീർച്ചയായിട്ടും പറയൂ. എൻ്റെ പേര് അപ്പു. അപ്പു പറ. അപ്പു ഇങ്ങനെ കലക്കാൻ പറ. എൻ്റെ പേര് അപ്പു. സംസാരിക്കില്ല, ഡാൻസ് മാത്രമേ ചെയ്യുള്ളൂ. എനിക്ക് അവനെ വിളിക്കണം. സൗണ്ട് എഞ്ചിനീയർ. ആ മൈക്കിടെ സൗണ്ട് എഞ്ചിനീയർ കൊടുക്കാം. റാപ്പാൻ കൂടെ ചേർന്ന് നിൽക്കും. അവിടെ ചേർന്ന് നിൽക്കും. നീങ്ങില്ല, തുപ്പല്ല. അല്ല, ബീറ്റ് ബോക്സ് ചിലപ്പോ തുപ്പലൊക്കെ തെറിയാണ്. തിരിച്ചു തന്നാട്ടോ നിനക്ക്. റെഡി? തിരുവനന്തപുരം റാപ്പ് നീ കേട്ടില്ലെങ്കിൽ കോപ്പ്. ഇവിടത്തുള്ള പല തൊട്ട അപ്പ കിട്ടും മൊത്തം ഫ്രീക്ക്. ഇവിടെ ബോയ്സ് എല്ലാം റാങ്. ഇതുവരെ കേട്ടില്ലെങ്കിൽ ഞാൻ പറയണ കേക്ക്. എയർപോർട്ട് ഇവിടെ മപ്പളിയ ക്യാപിറ്റൽ നീ നോക്കളിയ. ഇതുവരെ കേട്ടില്ലെങ്കിൽ ഞാൻ പറയണ കേക്കളിയ. നമ്മളെല്ലാം ഒന്ന് ഇത് പപ്പനാഭം മണ്ണ്. ഈ മണ്ണി തൊട്ട പൊന്നും വിളയും. നീ വന്ന് ഇവിടെ നോക്ക്.
മൈക്ക് നീ തന്നെ പിടിച്ച തുപ്പല ഒരു രക്ഷയില്ല ഞാൻ പറഞ്ഞല്ലേ അതെ എനിക്കറിയാം അവിടെ ഞാൻ ഇവിടെ നീങ്ങില്ല കൊടുത്തു വാങ്ങുക എന്നുള്ളതാണ് ഇതൊക്കെ. ഇതിലെ കഥാപാത്രത്തിന്റെ പേര് അനി. അനി നേരത്തെ പറഞ്ഞു അനി. അനി ഒരു ഗ്യാങ്ങില് അപ്പു പേര് അതവന്റെ റിയൽ പേര് അപ്പു ക്യാരക്ടറിന് അനി ഓഡിഷൻ വഴി ഓഡിഷൻ വഴി തന്നെ ട്രിവാൻഡ്രത്ത് ഓഡിഷൻ ഞാൻ സീരിയലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൊഡക്ഷൻ അങ്ങനെ ഇപ്പോൾ ക്യാമറയിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പുള്ളിക്കാരൻ ഇതുപോലെ ഇത് അയച്ചിട്ട് പിന്നിൽ നിന്നും മുന്നിലേക്ക് എത്തി അല്ലേ? ഇത്ര നാളുമായിട്ട് വിനയത്തോടു കൂടി പെരുമാറുന്നുള്ളൂ. ഗംഭീര നടനാണ്. ലുക്കിലുണ്ട്, തീർച്ചയായിട്ടും ലുക്കിലുണ്ട്. അപ്പം ഇനി നമുക്ക് മുന്നിൽ നിൽക്കാം. ക്യാമറയ്ക്ക് പിന്നിൽ വേണ്ട, പ്രൊഡക്ഷനിൽ വേണ്ട, മുന്നിൽ തന്നെ നിൽക്കാൻ. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി ക്യാരക്ടർ വരട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ലേ വിളിക്കണം നമുക്ക്. ഇതെന്താ ലുക്ക്? ഇത് അഴിച്ചു വിട്ടേക്കായിരുന്നു. അതെയോ? ഭാഗ്യം കിട്ടിയില്ലല്ലോ. പക്ഷേ എൻ്റെ പേര് മാരി എന്നാണ്. മാരിൻ്റെ നിക് നെയിമാണ്. ഫസ്റ്റ് പടത്തിലെ ക്യാരക്ടർ നെയിമാണത്. വിധു വിൻസ് സംവിധാനം ചെയ്ത മാൻഹോളിലെ മെയിൻ ക്യാരക്ടർ ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്തോട്ട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്കിനകത്ത് റോൾ ഇല്ലെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഞാൻ ഒരു ഫസ്റ്റ് വന്നത് നിർഭാഗ്യവശാൽ കൊണ്ട് ആക്ടർ ആയതാണ് ഇവിടെ വന്നിട്ട്. ഞാൻ ഇവരെ പഠിപ്പിക്കാൻ ലാംഗ്വേജ് ട്രെയിനിങ് പഠിപ്പിക്കാൻ വന്നതാണ്. ട്രിവാൻഡ്രം സ്ലാങ് പല രീതിയിൽ. അപ്പം ഞാനത് ഞാൻ കാലടിയിൽ PG തിയേറ്റർ പഠിക്കുക. അപ്പോൾ നേരത്തെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് ലാംഗ്വേജ് ആയിട്ടുള്ള അങ്ങനെയല്ല പഠിപ്പിച്ചത്. ഒരു തിയേറ്ററിങ് ഒരു ആക്ടിങ് ട്രെയിനിങ് എന്ന രീതിയിൽ തന്നെ ലാംഗ്വേജ് വിത്ത് അങ്ങനെ പഠിപ്പിച്ച്. അപ്പോൾ പിന്നെ ഒരു സുല്ലേട്ടനും മാഷൊക്കെ ചോദിച്ചു ഡാൻസ് കളിക്കുമോ? അപ്പോൾ എനിക്ക് ഈ സ്റ്റൈൽ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം. ഡാൻസ് ചെയ്യാറുണ്ട്, പക്ഷേ ബ്രേക്കിംഗ് ലോക്കിംഗ് പോപ്പിംഗ് പരിപാടിയൊക്കെ എനിക്കങ്ങനെ അറിയില്ല. അല്ലാത്ത സിനിമാറ്റിക് പരിപാടിയൊക്കെയാണ് അറിയാവുന്നത്. പക്ഷേ പഠിച്ചെടുത്ത് അങ്ങനെയാണ് സിനിമയിലേക്ക് എന്നതും ഇവരിവിടുത്ത് ചെയ്തതും ഒക്കെ ഉള്ള പരിപാടി നടനായി മാറിയതും. അതെ 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 അല്ലേ? അതെ. ഈ സിനിമയിലാണ് ഈ ട്രിവാൻഡ്രം സ്ലാങ് പഠിപ്പിക്കാൻ അത്ര എളുപ്പമല്ലല്ലോ അല്ലേ? അല്ല, അപ്പം നമുക്കറിയാം സുരാജ് ഏട്ടനാണ് ട്രിവാൻഡ്രം സ്ലാങ് എന്ന് പറഞ്ഞ് ഈ കേരളം മൊത്തം അതാണ് ട്രിവാൻഡ്രം സ്ലാങ്. അപ്പോൾ ഞാൻ കേട്ടതും കണ്ടതും വളർന്ന വെച്ചനുസരിച്ചിട്ട് തിരുവനന്തപുരത്ത് തന്നെ 10, 50, 60, 10, 200, 400 ലാംഗ്വേജ് ഉണ്ട്. അപ്പം തിരുവനന്തപുരം സ്ലാങ് തന്നെ പല രീതിയിൽ സംസാരിക്കണം. ഒരു പാലത്തിനപ്പുറത്ത് വേറെ ഭാഷ, കടൽ തീരത്ത് വേറെ ഭാഷ, ഒരു തെങ്ങുന്തോപ്പിനപ്പുറത്ത് വേറെ ഭാഷ. സ്ലാങ് മാറ്റം കൊടുപ്പം. മനോജും ഞാൻ അപ്പു ഒക്കെ നമ്മൾ ട്രിവാൻഡ്രമാണ്. പക്ഷെ പിന്നെ പ്രേം, പക്ഷെ നമ്മളെല്ലാം സംസാരിക്കുന്ന വ്യത്യാസമാണ്. അപ്പം എന്താടാ പിള്ളേ ചെല്ലക്കിളി എന്ത് ഇതൊന്നും അല്ല പരിപാടിയോടെ പല 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 രീതിയിലുള്ള. അപ്പം ഇവരൊക്കെ ട്രെയിൻ ചെയ്യുന്ന സമയത്തും ഒരൊറ്റ സാധനം വരലും എന്നുള്ള സാധനം ഉണ്ടെന്ന്. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും ഒറ്റ സംഭവം അല്ല, ഒരു ലാംഗ്വേജ് അല്ല പിടിച്ചിരിക്കണം. പല രീതിയിലുള്ള സ്ലാങ് ആണ് പിടിച്ചിട്ടുള്ളത്. എൻ്റെ പേര് പ്രേം. ഞാൻ സുദീപ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് എൻ്റെ ചെയ്തത്. ബേസിക്കലി ഞാൻ ഡാൻസറാണ്, കൊറിയോഗ്രാഫറാണ്. എന്നെയും സ്റ്റുഡിയോയിൽ വന്നാണ് ഇവരെല്ലാരും ചെലവ് ചെയ്ത ഒരു കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. സണ്ണി ലിയോണിയുടെ ഒക്കെ കൂടെ ഡാൻസ് ഞാനതൊരു വലിയ കാര്യമായിട്ട് പറഞ്ഞ കേട്ടോ. അല്ല, ഞാനൊരു വലിയ കാര്യമായിട്ട് പറഞ്ഞതാ. അത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ കൂടെ നീ ഒന്നും പറയണ്ടേ? എങ്കിലും അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഈ പറയും പോലെ അത് ഈ കോവിഡ് ടൈമിലായിരുന്നു. അപ്പൊ ഈ പറയും പോലെ നമുക്ക് അധികം ടൈം ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ സ്പോട്ടിൽ പോവുക, പെട്ടെന്ന് പോകുന്നു, റിസോർട്ടിൽ അതായത് പുള്ളിക്കാർ വരുന്നു, നമ്മൾ ഡാൻസ് ചെയ്യുന്നു. അങ്ങനെയായിരുന്നു. വലിയ പ്രാക്ടീസ് ടൈമിങ് അങ്ങനത്തെ ഒരുപാട് സ്പെൻഡ് ചെയ്യാനോ അങ്ങനത്തെ ഒന്നും കിട്ടില്ല. പെട്ടെന്ന് പോകുന്നു, പുള്ളിക്കാരെ പഠിപ്പിക്കുന്നു, നമ്മൾ കയറി ചെയ്യുന്നു, വരും. അങ്ങനെ ഒരു സംഭവമായിരുന്നു. പിന്നെ റിയാലിറ്റി റോഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം, സ്പ്ലിറ്റ്സ്വില്ലയുടെ ഇത് മൊത്തം ഇവരെല്ലാം മറന്നുപോയി. അല്ല, ഞാൻ ആ പ്രോഗ്രാം ഫോളോ ചെയ്യുന്നതായിരുന്നു. അപ്പം ഒരു ദിവസം ഞാൻ ഈ എപ്പിസോഡ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഡേ ആരൊക്കെയോ ആരൊക്കെയോ സ്റ്റോറി ഇട്ടേക്കുന്ന കണ്ടപ്പോ ഞാൻ ഇവനുണ്ടായിരുന്നു. കാരണം അത് അന്ന് ട്രിവാൻഡ്രത്ത് ഒരു റിസോർട്ടിലാണ് നടന്നിരുന്നത്. അപ്പൊ അന്ന് പറഞ്ഞു പ്രേം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രേമിനെ ടാഗ് ചെയ്തപ്പോ ആ ഡാൻസ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ചെയ്തേ. എനിക്കറിയില്ല. കറക്റ്റ് സണ്ണി ലിയോണി.
അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ കമന്റ് വന്നത് കേട്ടായിരുന്നോ? കറക്റ്റ് മീനാക്ഷി എന്ന് പറഞ്ഞത്. അല്ല അങ്ങനെയല്ല പറഞ്ഞത്, കേട്ടില്ല അല്ലേ? കറക്റ്റ് സണ്ണി ലിയോണി. അല്ല ഞാൻ ഹൈദരാബാദിലൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. നമ്മള് ഭയങ്കര വൈറലായല്ലേ ഇവിടെ ഒരു പടത്തിന് വേണ്ടി. ഞാൻ ഡാൻസർ മനസ്സിലല്ലേ, വല്ലാത്തൊരു ഡാൻസ് ആയിരുന്നു. എന്റെ പേര് അരുൺ. അറബിയെ പറഞ്ഞുകൊണ്ട് നടക്കാനുണ്ട്. ഞാൻ അവിടുത്തെ ആടുജീവിതത്തിന്റെ സിനിമയിലെ ആൾക്കാർ ഇവരെല്ലാരും വിളിക്കുന്നത് എങ്ങനെയായിരുന്നു? എന്റെ പേര് അരുൺ. ഞാൻ ആക്ച്വലി ഓഡിഷൻ വഴി ഒന്നുമല്ല വന്നത്. ഇവർക്കൊക്കെ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, ഒരു 3 months ഓഫ് പ്രിപ്പറേഷൻ, ആക്ടിങ്ങും വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഷെഡ്യൂൾ നോക്കാൻ പിന്നെ ഇവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളായിട്ട് വന്നതാണ് ഞാൻ. പക്ഷേ ആ ക്ലാസ്സിൽ പിന്നെ ഞാനും ഇൻവോൾവ് ആയി തുടങ്ങി. പിന്നെ അങ്ങനെ എനിക്ക് വേണ്ടി ഒരു ക്യാരക്ടർ സുനിയെ പോലെ നമുക്കൊരു ക്യാരക്ടർ പിന്നീട് ക്രിയേറ്റ് ചെയ്ത് ക്യാരക്ടർ ഉണ്ടായിരുന്നു, വേറൊരാളെ നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലും ഇവരുടെ കൂടെ ഇന്ററാക്ട് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് നമുക്ക് അല്ല അങ്ങനെയാണ് നിങ്ങളായിട്ടുള്ള ഇവരായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടപ്പോ ഈ സീനിലേക്ക് എടുത്താണ്. വേറെ വരാതിരുന്ന ഭാഗ്യം. അതും കൂടെ പറയണം നമുക്ക്. ഇപ്പോഴേ സമയത്ത് സത്യങ്ങൾ പറയാൻ പറ്റും. സിനിമയ്ക്ക് മുമ്പ് ഞാൻ ആക്ച്വലി കോസ്റ്റ്യൂംസിൽ കുറച്ച് ഹെൽപ്പ് ചെയ്യായിരുന്നു, പിന്നെ പ്രൊഡക്ഷനിലൊക്കെ ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചു അഭിനയിക്കണോ ഇല്ല പ്രൊഡക്ഷൻ പണിയെടുക്കണോ. ഞാൻ പറഞ്ഞു ഒബ്വിയസ്ലി ആക്ടിങ്. തീർച്ചയായിട്ടും. അങ്ങനെ കയറി ഡാൻസ് ഒക്കെ പഠിച്ച് കുറെ പാടുപെട്ട് ഡാൻസ് ഒക്കെ പഠിച്ച്. അതിന് മുമ്പ് ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇവരൊക്കെ കൂടി ചേർന്ന് പഠിച്ച് ഇങ്ങനെ പഠിപ്പിച്ചു തന്നെ. ഇവരൊക്കെയാണ് പഠിപ്പിച്ചു തന്നെ. അതിപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ചെറുതായിട്ടുണ്ട്. ഈ അറബി കൂടുതൽ സംസാരിച്ചു. ഇവിടെ വന്നപ്പോ തൊട്ട് അറബി കൂടുതൽ സംസാരിച്ചു. എല്ലാം പോലെ എത്ര ലാംഗ്വേജ് കൈകാര്യം ചെയ്യും? 9 languages. 9 ലാംഗ്വേജിൽ ഈ സിനിമ കാണാൻ എല്ലാവരും മുന്നേ ഒന്ന് പറയും. Okay, I'll start with Malayalam. ಎಲ್ಲರೂ ಈ ಸಿನಿಮಾ ಕಾಣಂ ಬರணும். In Kannada ಎಲ್ಲರೂ ಈ ಮೂವಿ ಖಂಡಿತ ನೋಡಬೇಕು. Tamil ಎಲ್ಲರೂ இந்த ಸಿನಿಮಾ பார்க்கணும். What else? English. Please watch this movie. Everybody needs to watch it. Then Hindi. सब लोग ये पिक्चर देखना है. देखना ही है. ठीक है? നമുക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അറബി. അറബിയാണ് വേണ്ട എനിക്ക്. കുല്ലു നഫർ. How do you say ഈ സിനിമ എന്ന് പറഞ്ഞു? Moonwalk. Shuf. അത് കറക്റ്റ് ആയിട്ടോ. തീർത്ത് കൊങ്കിണി. സിനിമ എന്നൊക്കെ പറഞ്ഞപ്പോൾ Moonwalk. How do I say it? Shit. Forget it. Let's move. പോയി ഇപ്പൊ പറയാ എനിക്കെല്ലാം മറന്നു. ഇത് മാത്രം അത് കൃത്യമായിട്ട് പറയാം. പിന്നെ ഏതാണ് വേറെ ഏതാണ്? കൊങ്കിണി അറിയാം. എല്ലാം ഓക്കെ ആയി. ഇപ്പൊ എനിക്ക് ഇത്രയും മതി. തെലുങ്കും പറഞ്ഞു, അറബിയും പറഞ്ഞു. ഓക്കെ കന്നഡ അറിഞ്ഞില്ല അല്ലേ? എല്ലാവരും ഈ മൂവി നോಡಬೇಕು. അങ്ങനെ പറ്റിച്ചോട്ടെ. സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞ ഇവരുടെ കൂടെ സിനിമ കണ്ട് എന്ത് ചെയ്യാൻ ബാക്കി പറയും. താങ്ക് യു. എന്താണ് ഇങ്ങനെ ഇരിക്കണ? എങ്ങനെ ഉണ്ടായിരുന്നു പറയാ എക്സ്പീരിയൻസ്? എന്റെ പേര് സിദ്ധാർത്ഥനാണ്. ഷിബു എന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഓഡിഷൻ വഴി വന്നു തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ അപ്ലിക്കേഷൻ അയച്ചിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വിളിച്ചപ്പോൾ സാറിൻ്റെ ഓഫീസിലേക്ക് പോയതാണ്. രാവിലെ എനിക്കൊന്ന് മാത്യു ചേട്ടനും വിനോദ് സാറാണ് എന്നെ ഓഡിഷൻ ചെയ്തത്. ജോമിത്തേട്ടനും ഉണ്ടായിരുന്നു.
ആൻഡ് ഞാൻ ഓഡിഷൻ രാവിലെ ഒരു എനിക്ക് തോന്നുന്നു 10:30 11 ആയപ്പോൾ ഞാൻ ഓഫീസിലെത്തി. കുറേ ക്യാരക്ടേഴ്സ് മാറി മാറി സ്റ്റഫ് ചെയ്ത് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഈവനിങ് 5:30 എൻ്റെ റിട്ടേൺ ട്രെയിൻ. ഞാൻ ചെന്നൈയിലേക്ക് തിരിച്ചു പോകണമായിരുന്നു. ചെന്നൈയിൽ നിന്നാണ് വന്നത്. അപ്പോൾ കറക്റ്റ് സമയത്തിന് എത്തിച്ചത് ജോമിത്തേട്ടനാണ്. ബൈക്ക് എടുത്ത് ചേട്ടാ ഇച്ചിരി ലേറ്റ് ആവും, എനിക്ക് പെട്ടെന്ന് ഞാൻ പൊതുവെ ഇത്ര സ്പീഡിൽ പോകാറില്ല, നിനക്ക് വേണ്ടിയാണ് പോകുന്നത്. ഹെൽമെറ്റ് എനിക്കൊരു ഹെൽമെറ്റ് ഒക്കെ തന്ന് ഇരുത്തി കൊണ്ടുപോയി വിട്ടത് ജോമിത്തേട്ടനാണ്. പിന്നെ പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ്. കുറെ ലേൺ ചെയ്യാൻ പറ്റി, കുറെ മിസ്റ്റേക്സും ചെയ്യാൻ പറ്റി. അതിപ്പോ നെക്സ്റ്റ് പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടിയ ഒരു ലേണിങ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചെയ്യുന്ന പ്രോജക്ട്സിലൊക്കെ. താങ്ക് യു, എല്ലാവർക്കും നന്ദിയുണ്ട്. എന്തായാലും ഹാപ്പിയാണ് അല്ലേ? സിനിമ കണ്ടിട്ട് ആ കഥാപാത്രം എന്താണെന്ന് ബാക്കിയുള്ളവർ സ്വീകരിക്കണം, സ്വീകരിച്ചിട്ട് പറയട്ടെ അല്ലേ? അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഉറപ്പായിട്ടും. താങ്ക് യു. ജോബിനിപ്പല്ല, എനിക്ക് പിന്നെ കുറച്ച് പണിയുണ്ടോ അവിടെ? എൻ്റെ പേര് അർജുൻ മണിലാൽ. ഞാനും കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് ഓഡിഷൻ അയച്ചു കൊടുത്ത് ഓഡിഷൻ ചെയ്ത് കയറിയാണ്. ഞാനിത് എനിക്ക് വളരെ ലക്കിൽ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ വന്ന് വില്ലൻ്റെ ക്യാരക്ടറാണ് ചെയ്തത്. അപ്പം എനിക്ക് ഹൈറ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് വില്ലൻ വേണു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, ആളിവിടെ ഇല്ല, വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഹൈറ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ടാറ്റ പറഞ്ഞു വിട്ട്. ഞാൻ ആ തിരിച്ചങ്ങോട്ട് ഇറങ്ങുന്ന ഗ്യാപ്പിൽ വിനോദ് സാറ് കാറിൽ കയറി വന്ന് ആ ഗ്യാപ്പിൽ എന്തോ എൻ്റെ വീഡിയോ കണ്ടിട്ട് സാറ് പറഞ്ഞിട്ടാണ് എന്നെ 2 ക്യാരക്ടറോടെ ചെയ്യിപ്പിച്ചത്. അതിലൊരു ക്യാരക്ടറാണ് ഞാൻ സിനിമയിൽ ചെയ്തേക്കണം. അപ്പോൾ വളരെ ഒരു ലക്കി ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ്. അത്രയൊക്കെ ഉള്ളൂ. വിനോദ് സാർ ചായ പിടിക്കാൻ പോയിട്ട് വന്നായിരുന്നു. സാർ എന്തോ ആ ഒരു എന്തോ ഭാഗ്യത്തിന് സാർ കാറിൽ വിനോദ് സാർ വല്ല ടോയ്ലറ്റ് ആയിരുന്നെങ്കിൽ അവസാനിച്ചേക്ക് വാലും തുറക്കില്ല, കാണത്തുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഓഡിഷനായിട്ട്. അപ്പൊ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തലേന്ന് കയറി വന്നാണ്. എനിക്ക് തോന്നുന്നു സാർ അപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു പോയാൽ ആ ഓപ്പർച്യൂണിറ്റി ലോസ് ആയാണ്. പക്ഷെ എന്തോ ഭാഗ്യം, വളരെ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. എൻ്റെ പേര് യാദവ് ശശിധർ. ഞാനൊരു ആക്ടറാണ്. ഇതിനകത്തൊരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. റോൺ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. റോൺ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഷൂട്ടിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്കാണ് എന്നെ വിളിച്ച് പറയുന്ന കാസ്റ്റായി. അങ്ങനെ ഷൂട്ടിൻ്റെ അന്ന് രാവിലെയാണ് ഞാൻ എത്തുന്നത്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് AD ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. സാറിൻ്റെ കൂടെയും അഡ്വർടൈസ്മെന്റ്സിലൊക്കെ AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്? മെസ്സിയുടെ കൂടെ ഒരു പടം റിലീസ് ആവാനുണ്ട്. ഞാനൊരു മൾട്ടിലിംഗ്വൽ റിവീൽ ചെയ്യാൻ പറ്റുമോ? ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിൻ ലീഡായിട്ട്. എന്റെ ആയിട്ടില്ല. അതെ അതെ അതിന് കൂടുതൽ സാർ പറഞ്ഞ എന്റെ പടത്തിന്റെ ഇടയിൽ അല്ല സാർ അങ്ങനത്തെ ഒരാളല്ല. അല്ല എല്ലാം പറഞ്ഞിട്ട് സാർ മൂൺ വാക്ക് 2 എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹായ്, എൻ്റെ പേര് നൈനിത മാരിയ. ഞാൻ ഈ മൂവിയിൽ സീന റഷീദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. കാസ്റ്റിംഗ് കോൾ കണ്ട് പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ട് എന്നെയും ജോമി തിയേറ്ററിനാണ് വിളിച്ചത്. ഇവരൊക്കെ ചെലവ് ചെയ്തതിന്റെ ഒരു വർഷത്തേക്കുള്ള ചെലവിങ് നടക്കുന്നത്. അതെ, ജോമി തിയേറ്ററിനാണ് കാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതും. ഓഡിഷൻ്റെ ഫുൾ 2-3 റൗണ്ട്സ് ഒക്കെ വിളിച്ച് കഷ്ടപ്പെടുത്തി കുറേ ചെയ്യിപ്പിച്ചിട്ടാണ് ഫൈനലൈസ് ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. കുറേ എൻജോയ് ചെയ്തു. വിനോദ് സർ, സുനിലേട്ടൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടി. ഇറ്റ് വാസ് റിയലി നൈസ്. ഹാപ്പിയാണ്. എൻ്റെ പേര് സഞ്ജന. മലയാളത്തിൽ പറഞ്ഞു. എൻ്റെ ക്യാരക്ടർ പേര് ഫ്രീഡ. So my character is from London and she speaks in British English and she's an NRI and a salsa dancer as well. I had actually auditioned with Arun for this character. He took my audition and it was a very fun audition because I just had to dance. And there were a couple of dialogues, I think, and after that Vinod sir selected me and I'm very very happy to be part of this film. ഇനി എനിക്ക് നമ്മുടെ ഒരു വലിയൊരു അതിഥിയെ കൊണ്ടുവരാനുണ്ട്. അത് ഡാൻസ് ചെയ്ത് വേണം കൊണ്ടുവരാൻ. ശ്രീകാന്ത് ചേട്ടൻ്റെ ഒരു നല്ല ആരാണ് ശ്രീകാന്ത് ചേട്ടനോട് സ്റ്റെപ്പ് ചെയ്ത് വേണം നമുക്ക് കൊണ്ടുവരാൻ. ഡാൻസ് ഇതിലുള്ള സ്റ്റെപ്പ് ആരാണ്? ആരൊക്കെയാണ് അത് നടക്കില്ല.
സുരേന്ദ്രേട്ടൻ പോയതിന്റെ ആ ക്ലോസ് ഒന്നും കൂടെ കാണിക്കും. ഒറ്റയ്ക്ക് വാ, പോയാ ഒറ്റയ്ക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും ആളുകളുടെ കൂടെ അല്ലെ ഒരു വലിയ സിനിമയുടെ ഭാഗമായി അല്ലേ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇതിൻ്റെ വലിപ്പം, ഇതിൻ്റെ ഈ ഫ്രഷ്നെസ്സും ഈ വിഷയത്തിൻ്റെ കണ്ടന്റിൻ്റെ ഒരു ഇത് ഓർത്തൊക്കെയാണ് എന്നെ ഈ പ്രോജക്റ്റിൽ. പിന്നെ വിനോദും ഞാനും സുനിലൊക്കെ ഞങ്ങൾക്ക് കുറേ കാലമായിട്ട് അഡ്വർടൈസ്മെൻറ്റ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നവരാണ്. എല്ലാ പ്രോജക്റ്റുകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് വന്നത്. സോ പിള്ളേരുടെ കൂടെ പൊളിയായിരുന്നു, ഞെരിപ്പായിരുന്നു. ഇതിലെ കഥാപാത്രം ജേക്കിൻ്റെ അച്ഛൻ ജോസഫ് പെരേര. ഗംഭീര പേരാ. മിസ്റ്റർ പെരേര ഞാനാണ്. പിള്ളേരുടെ അതേ വൈബ് പിടിച്ച് പിള്ളേരുടെ കൂടെ കറങ്ങി നടക്കുന്ന, പിള്ളേർക്ക് മുഴുവൻ സമയം പുള്ളിക്ക് ഇറങ്ങാൻ പറ്റില്ല. പുള്ളിക്കാണ് ഇവർ നമ്മുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അവരുടെ കൂടെ അതേ വൈബ് പിടിച്ച് നിൽക്കുന്ന ഒരു അച്ഛൻ. നമ്മളെല്ലാവരും ആഗ്രഹിക്കില്ല അച്ഛൻ വേഷങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്, അച്ഛൻ വേഷം. പക്ഷെ ഈ അച്ഛൻ വേഷം പ്രേക്ഷകർ ഏറ്റെടുക്കണമെന്ന് പറയാം, നമുക്ക് പറയാൻ ഒരു കാരണം ഉണ്ടാവല്ലോ. എനിക്ക് കുറെ അച്ഛൻ വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു അച്ഛൻ വേഷം വേറൊരു ടൈപ്പാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ പറയാൻ കാരണം എല്ലാ കാലത്തും അങ്ങനെ ഒരു അച്ഛൻ ആയിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ എന്ന് ആഗ്രഹിക്കും. അങ്ങനെ അച്ഛനായി അച്ഛൻ ഒരു സിനിമയിൽ ഇപ്പൊ നമ്മളെ അങ്ങനെ അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പെട്ടെന്ന് തിങ്ക് ചെയ്ത് വേറെ ഒരു കഥ മാറിയെന്ന് ആലോചിച്ചു. ഇപ്പൊ ജോണി ചേട്ടൻ എപ്പോ ഇന്റർവ്യൂ എടുത്താൽ ഈ ഇടയ്ക്ക് ജോണി ചേട്ടൻ ഈ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അച്ഛൻ വേഷം ചെയ്തു ജോണി ചേട്ടൻ അല്ലെ, വ്യത്യസ്തമായ അച്ഛൻ വേഷം. കോട്ടയം നസീർ വന്നിട്ടാണെങ്കിൽ പൊളിച്ചടുക്കിക്കൊണ്ട് പോകും. അപ്പൊ അത് പ്രേക്ഷകരുടെ മനസ്സിൽ കിടക്കുകയാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിൽ വരുമ്പോൾ അങ്ങനെ ഒരു, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ഒരു അച്ഛനാണ്, ഈ ഒരു അച്ഛൻ എന്റെ അച്ഛനായിരുന്നെങ്കിലും തോന്നും. സിനിമ കണ്ടിറങ്ങുമ്പോൾ അത് ആഴത്തിൽ ആ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും, ആ ഒരു കഥാപാത്രം. അങ്ങനെ ഒരു സിനിമകൾ നമ്മളാണ് ഏറ്റവും വിജയം ഉണ്ടാകുന്നത്, ഒരു മാറ്റമില്ല. പിന്നെ നമുക്ക് ഇനി നമ്മുടെ പഴയ തലമുറയിൽ 3 പേരാണ് ഇവിടെ അല്ലെ, ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. നമുക്ക് തോന്നുന്നു ഞാൻ രാവിലെ വരുമ്പോൾ ഇവിടെ കുറെ ഡാൻസ് ഇവർ കളിക്കുന്നത്. നിങ്ങളൊന്നും ഇവരുടെ മുമ്പിലൊന്നും അല്ല കേട്ടോ, ഞാൻ ഇപ്പോഴും പറയാം, നിങ്ങളൊന്നും ഇവരുടെ മുമ്പിലൊന്നും അല്ല. പക്ഷെ ഇവര് വലിയ കലാകാരന്മാരാണ്. എവിടെയാണ് കൊച്ചിയിലാണ്, താമസിക്കുന്നത് കാക്കനാടാണ്. എൻ്റെ പേര് കബീർ. ഒരു 3 വയസ്സ് തൊട്ട് ഡാൻസ് പഠിച്ചു തുടങ്ങിയാണ്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. എത്ര സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും? ഇവരൊക്കെ കാണാറുണ്ടോ, വിളിക്കാറുണ്ടോ അങ്ങോട്ട് ക്യാമറയ്ക്ക്? ഞാൻ ഒരു 20 കൊല്ലം, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ബിജു എന്ന് പറയുന്നത്. അവൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡാൻസ് നിർത്തിയതാണ്. അത് കഴിഞ്ഞൊരു 23 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഡാൻസിലേക്ക് വരുന്നത്. അങ്ങനെ വന്നൊരു ചെറിയൊരു സ്റ്റേജ് ഷോ ചെയ്ത് അങ്ങനെ അത് വൈറലായി. വീണ്ടും ഇപ്പൊ ഡാൻസിലേക്ക് ഇറങ്ങി അല്ലേ. ഈ പുതിയ തലമുറയുള്ളവരാണല്ലോ ഇവരൊക്കെ. ഇവരെ കണ്ടു ചെയ്യുമ്പോൾ എന്താണ്, ഇവരൊക്കെ അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഇവർക്കൊക്കെ ഒരു വീഡിയോ ചെയ്താൽ അപ്പൊ ഇപ്പൊ സ്റ്റേജ് ഷോ ചെയ്തപ്പോഴാണ് വീണ്ടും നമ്മളിലേക്ക് വന്നതെന്ന് തോന്നില്ലേ. ആ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ല. ഇവരൊക്കെ കണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ എങ്ങനെയാണ് മനസ്സിലായത്? ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഇവരൊക്കെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. കാരണം എന്റെയൊക്കെ ആ സമയത്ത് ഒരു ക്യാമറ, ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സംവിധാനം പോലും തന്നില്ല. കാരണം ഞങ്ങളെയൊക്കെ അറിയുന്നത് ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ പോയി വിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ഡാൻസേഴ്സ് ഞങ്ങൾ അറിയുന്നതല്ലാതെ പുറത്തങ്ങനെ വേറെ ആരും ഞങ്ങളങ്ങനെ അറിയപ്പെടാറില്ല. പിന്നെ വെച്ചാൽ ഡാൻസേഴ്സ് എല്ലാവരും ഞങ്ങൾ അറിയും, കാരണം എല്ലാവർക്കും ചില കേരളമായാലും വിൻ ചെയ്ത് പോയിരുന്നു. അന്നത്തെ ഡാൻസേഴ്സിന് എല്ലാവർക്കും ഞങ്ങൾ അറിയാം. പക്ഷെ അന്ന് ഇതുപോലെ നിൽക്കേണ്ട ആൾക്കാരല്ല. തീർച്ചയായിട്ടും ഒരു മാറ്റമില്ല. ഒത്തിരി സന്തോഷം ഇങ്ങനെ ഇവരുടെ കൂടെ അല്ലെ, ഇവരൊപ്പം കൂടാകുമ്പോൾ ഇതുപോലെ ഒന്ന് നിൽക്കാൻ പറ്റി കഴിഞ്ഞാൽ വളരെ ഭാഗ്യമാണ്. ഓക്കെ, ഇവരെ നമുക്ക് നല്ലൊരു സ്റ്റെപ്പ് കൂടെ വെക്കണം എന്തായാലും. ഞാൻ ഇവിടെ 5 വയസ്സിൽ ഇവിടെ വിൻഡ്മിൽ എന്ന് പറയുന്ന സ്റ്റെപ്പ് ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർ ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ 5 വയസ്സ് ചെയ്തപ്പോൾ എത്ര കാലം മുൻപ് കാണുന്നുള്ളതുകൂടി ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പവർ ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഇപ്പോഴും ഞാനത് ചെയ്യും. ഇതില്ലേ, ഇതിനൊരു കഥയും കൂടി ഉണ്ട് വിൻഡ്മില്ലിന്. ഇത് ഞങ്ങളും കറങ്ങാനായിട്ട് നോക്കി. അന്ന് ചാണകം മെഴുകിയ സ്ഥലമാണ്, അറിയോ, ഞങ്ങളുടെ വീടിന്റെ അകത്ത്. ഞങ്ങൾ ഇങ്ങനെ കിടന്നങ്ങോട്ട് കറങ്ങിയിട്ടുണ്ടെങ്കിൽ മുത്തുക്ക് മുഴുവൻ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിയിട്ട് ചോര ഒരിക്കും. ഷർട്ട് ഇടാൻ പറ്റില്ല, ഇങ്ങനെ കിടക്കാൻ പറ്റില്ല, കമന്ന് കിടക്കണം. അങ്ങനെ കിടന്നു. പക്ഷെ പുള്ളി പെട്ടെന്ന് വന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ടത് ചെയ്ത് ആ കാലത്ത് ചെയ്ത്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ കാണുമ്പോ ഇയാൾ ഇത്രേ ഉള്ളൂ, ചെറുതാണ്. ഇന്നും ചെറുതാണ് നിങ്ങളുടെ പയ്യൻ. അതെ.
ഇതൊക്കെയാണ് കാണേണ്ടത്. ഇപ്പോഴത്തെ തലമുറയൊക്കെ കാണേണ്ട സംഭവങ്ങളാണ്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ അന്ന് ഒന്നും അറിയുന്നില്ല, ഒന്ന് അറിയുന്നു ഇവരെയൊക്കെ. ഇവിടെ ഒരു കലാകാരൻ നിൽക്കുന്നു. പേരെങ്ങനെയാണ്? എനിക്ക് 1.5 വയസ്സായി വരുമെന്നാണ് എനിക്ക് കേൾവി നഷ്ടപ്പെട്ടു പോയതാണ്. സംസാരിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ മറ്റേ പീറ്റ് മാത്രമുള്ള എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പാട്ട് വെച്ചിട്ട് എനിക്ക് കേൾക്കാൻ പറ്റില്ല. അന്നത്തെ പഴയ കാലത്തെ ഒരു കൂളി ഗ്ലാസും കമ്മലും ഗ്ലൗസും പാക്ക് പാറ്റ് അന്ന് പഴയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമുള്ളൂ. അന്നത്തെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമുള്ളൂ. അന്ന് അങ്ങനെ ഒരു സംഭവമാണ് ഡാൻസറാണ്. അപ്പം അങ്ങനെ മൂന്ന് പറഞ്ഞ ഒരു സിനിമ പറയാൻ അറിയാമല്ലോ എനിക്ക്. അപ്പൊ നമുക്ക് ചെയ്ത് കാണിക്കാം, ചെയ്ത് കാണിക്കാം. ഓക്കെ, നല്ല കൈയ്യടി കൊടുക്കാം നമുക്ക്. നമുക്ക് വേണമല്ലോ. പേര് പറഞ്ഞു. എൻ്റെ പേര് ജോൺസൺ, മൈക്കൽ ജോൺസൺ എന്നാണ് പേര്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് ഡാൻസ് എങ്ങനെ പഠിപ്പിക്കണം എന്നൊന്നും ഒരുമാനപ്പെട്ട ഒരു ആർക്കും അറിയില്ല. അന്ന് ഞാൻ ക്ലാസിക്കൽ പഠിക്കാൻ പോയിട്ട് കുറച്ച് കാലത്തേക്ക്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബേസ് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഒരു സ്റ്റെപ്സ് കാണണമെന്നുണ്ടെങ്കിൽ ഫിലിം തന്നെ കാണണം. അപ്പോൾ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് ഞാൻ അന്ന് കാണുന്നത്. അപ്പോൾ അതിൽ നിന്നും പിന്നെ അത് കഴിഞ്ഞ് ഈസ്റ്റമൻ കളർ, അതിൽ നിന്നൊക്കെ എല്ലാത്തിൽ നിന്നും ഓരോ അവർ നിൽക്കും ഭാവവും ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. മിഥുൻ ചക്രവർത്തി. അപ്പോൾ ആ കാലഘട്ടം മാറി. ട്വിസ്റ്റ് എന്നാണ് ആദ്യത്തെ, പിന്നെ ഷെയ്ക്ക് ഡാൻസായി, ഡിസ്കോ ഡാൻസായി. അപ്പോൾ ആ ഡിസ്കോയിൽ വന്നു കഴിഞ്ഞപ്പോൾ മിഥുൻ ചക്രവർത്തിയും അങ്ങനെയുള്ള ആൾക്കാർ അവർ സിനിമയിൽ വരും. പക്ഷെ അപ്പോഴും മൈക്കൽ ജാക്സൺ ഞങ്ങൾക്കൊരു സ്വപ്നമാണ്, ഇമാജിൻ പോലെയാണ്. ഒരു ചിത്രം ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിത്രത്തെ നോക്കി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിൽക്കും. നിങ്ങൾക്കിപ്പോൾ അത് എടുത്തിട്ടുണ്ടെങ്കിൽ പൂവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെയുള്ള സംഭവമാണ്. പിന്നെ എന്താ പറയണത്, ഒരു രക്ഷയുമില്ല, പൊളിക്കുവാണ്. ഞാനിപ്പോഴും കൊണ്ടുനടക്കണ അതാണ് കേട്ടോ. 1 2 3 4 5 ഈ സ്റ്റെപ്പിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ സ്റ്റെപ്പും പോന്നേക്കുന്നതെന്ന് ഇപ്പോഴും വിശ്വസിക്കണേ ഞാൻ. ഓക്കെ, അപ്പൊ താങ്ക് യു. നിങ്ങളോടൊക്കെ ഇങ്ങനെ കുറച്ചു നേരം എൻജോയ് ചെയ്യാനായിട്ടും ഒക്കെ പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. കാരണം അറിയോ, ആ കാലത്ത് ഞങ്ങൾ ഓരോ ഷോയിലും പോകുമ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കിട്ടണ എന്താണെന്നാ മക്കളെ കിട്ടണ ഈ ഉപ്പുമാവില്ലേ, അത് വളിച്ചെന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതും വളിച്ച് സാമ്പാർ. പക്ഷെ കളിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ കഴിക്കും കൊതിയോടുകൂടി. കാരണം വിശപ്പത്രം വലുതാ, വീട്ടിൽ വന്നാൽ കിട്ടൂല സാധനം. ആ കാലത്തിൽ നിന്നും ഈ കാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരെയും കണ്ടതിൽ ഭയങ്കര സന്തോഷം. സോ പ്രൗഡ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും കൂട്ടായ്മയിൽ നിന്നിട്ട് ഈ മൂൺവാക്ക് എന്ന് പറഞ്ഞ ചിത്രം ഒരുപാട് മാസ്റ്റേഴ്സിന്റെ ബ്ലഡാണ്. ഇത് വിജയിപ്പിച്ചിരിക്കണം. ഈ ഫ്ലോർ ബ്ലഡിന്റെ ലൈഫാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സൂപ്പർ വിജയമാണ്. അത് തന്നെ നമ്മളൊക്കെ ആഗ്രഹം. പക്ഷെ നമുക്ക് ഈ നമ്മുടെ ഈ സിനിമയിൽ കുറെ ആളുകൾ നല്ല ഡാൻസ് നമുക്ക് ഇവരെ ഒന്ന് എന്തെങ്കിലും ചെയ്യാം. ആരൊക്കെയാണ് നമ്മൾ ജോഡിയായിട്ട് തന്നെ ചെയ്യാം? ഞാനും പ്രേമം ചെയ്യാം. ഓക്കെ ഓക്കെ. സൂപ്പർ സൂപ്പർ.
സൂപ്പർ സൂപ്പർ സാർ അടുത്താണ് നൈസ് 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 എല്ലാവരും ഒരുമിച്ച് ചെയ്യാൻ പറ അപ്പൊ നല്ല അവർക്ക് ഒരു പവർ കിട്ടും സൂപ്പർ സൂപ്പർ നൈസ്ഡാ ഒരു രക്ഷയില്ലടാ Nice, nice, nice. Good, 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 nice. അപ്പൊ ഞാനൊരു ഡാൻസ് ചെയ്ത് അവസാനിപ്പിക്കാനാണ് പറഞ്ഞത്. എനിക്ക് ബ്രേക്ക് ഡാൻസ് അറിയാം. അല്ല അല്ല കൈ ഒടിയും. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇങ്ങോട്ട് വാ. എങ്ങനെയെങ്കിലും പൊക്കോ. സംഭവം മനസ്സിലായില്ലേ അവിടെ പോയിക്കോട്ടെ. ഈ സിനിമ നമ്മൾ കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കും. അത്ര മാത്രം അധ്വാനിച്ച ഒരു സിനിമയാണെന്നുള്ള തെളിവാണ് ഈ സംശയമില്ല. അപ്പോൾ മറക്കരുത്, ഈ സിനിമ കാണാൻ മറക്കരുത്. സിനിമയുടെ ഡേറ്റ് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റിൽ തന്നെ സിനിമ ഇറങ്ങും. എന്തായാലും സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമുണ്ടാകണം. അത്രമാത്രം പരിശ്രമമുള്ള ഒരു സിനിമയാണ്. ആ സിനിമയുടെ കൂടെ നമ്മൾ യാത്ര ചെയ്താൽ ഈ സമയത്ത് സിനിമയുടെ ഒരു വിജയ കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.